ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീവച്ച ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെമ്പനരുവി ശ്രീതങ്കത്തിൽ 32 വയസ്സുള്ള ഷെഫീഖ്, 30 വയസ്സുള്ള ശ്രീതു എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ചെമ്പനരുവി ശ്രീതങ്കത്തിൽ ഷെഫീഖ്, ശ്രീതു എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷെഫീഖ് മദ്യപിച്ചെത്തി വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നതായാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് അച്ചൻകോവിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും പ്രശ്നം ഒത്തുതീർപ്പാക്കി വീട്ടിലേക്ക് വിടുകയുമായിരുന്നു. ഫാമിലി മാറ്റർ ഉണ്ട്, തമ്മിലുള്ള ഫാമിലി വിഷയങ്ങളുണ്ട്. പരാതിയായിട്ട് ആ പെൺകുട്ടി സ്റ്റേഷനിൽ വന്നു SI സാറ് രണ്ടുപേരും വിളിച്ച് സംസാരിച്ച് ഫാമിലി മാറ്ററിൽ സംസാരിച്ച് വിട്ടതാണ്. ഇന്ന് ഏകദേശം ഒരു 12 മണിയോട് സ്റ്റേഷനിൽ വന്നു. ഒരു 1 മണി 1:30 മണിയോടി തിരിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിയുമ്പോഴാണ് പോലീസ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇവൻ അവളുടെ ദേഹത്ത് കരി വെച്ചിരുന്ന പെട്രോൾ എടുത്ത് ഒഴിച്ചു. അപ്പോൾ തന്നെ നമ്മളെ അറിയിച്ചു. നമ്മൾ പെട്ടെന്ന് വന്ന് കൊണ്ടുപോയി. ഇയാളും പിന്നെ പെട്രോൾ കത്തിക്ക് വെക്കും. ഇവൻ എന്ത് ദേഹത്തുകൂടെ ഒഴിച്ചു. രണ്ടുപേരുടെ കുട്ടിയെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി ഒഴിച്ചെന്നാണ് പറയുന്നത്. ചെമ്പനത്തിൽ. എന്നാൽ വീട്ടിലെത്തിയ ശേഷം ഷെഫീഖ് വീണ്ടും വഴക്കുണ്ടാക്കുകയും പ്രകോപിതനായി പെട്രോൾ ഭാര്യയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയും പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയുമായിരുന്നു. 7 മാസം കൊണ്ട് ഒരു പിണങ്ങി നിൽക്കുമായിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നു നല്ല സ്നേഹത്തോടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തി. അങ്ങനെ പോലീസ് വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഞാനും കൂടെ കൊണ്ടുപോയി എൻ്റെ മോളെ കൊണ്ട് ചേച്ചിയിട്ടെല്ലാം പറഞ്ഞു. ഞങ്ങൾ മോളെ കൊണ്ട് ചേച്ചി ചെന്നപ്പോഴത്തേനും അവിടെ വന്നു. അങ്ങനെ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഈ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കടകളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം, 3 കുഞ്ഞുങ്ങൾ കിടക്കുകയില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അതെല്ലാം കേട്ടുകൊണ്ട്. സംഭവം അറിഞ്ഞെത്തിയ അച്ചൻകോവിൽ പോലീസാണ് ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ ഇരുവരും ചികിത്സയിലാണ്. 6 വർഷമായി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 3 കുട്ടികളുമുണ്ട്. സംഭവത്തിൽ അച്ചൻകോവിൽ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.